കൊടുങ്ങല്ലൂർ വീട്ടിൽ അമ്മയുണ്ട്, ഞാനുണ്ട്. ഇതെല്ലാം ഞാൻ ഇത്രയും പറഞ്ഞു പോകുന്നത്, എൻ്റെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്നത് അമ്മയോടൊപ്പം ഞാൻ പ്രവർത്തിച്ച കോളേജുകളിലെ വിദ്യാർത്ഥിനികൾ, അധ്യാപകർ, അവിടുത്തെ സമൂഹം, അതിനോടൊപ്പം പരിഷത്ത്. ഈ ഒരു കെമിസ്ട്രി പഠിപ്പിക്കുന്ന എനിക്ക് ഏറ്റവും കൂടുതൽ വേണമെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ബോണ്ട് എന്നുള്ളൊരു വാക്കാണ്. അത് കെമിസ്ട്രിക്കാരനല്ലേ, അതിലായിരുന്നു താല്പര്യം മുഴുവൻ. ഇലക്ട്രോ വയലൻ്റ്, കോവലൻ്റ്, കോർഡിനേറ്റ്, ബോണ്ട് എന്ന് പറയും, ബന്ധങ്ങൾ. പക്ഷേ ആദ്യത്തെ പരിഷത്തിൻ്റെ 10 വർഷം എന്നിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയത് ഈ ബോണ്ടിന് പകരം അവിടെ ഒരു ഹ്യൂമൻ ബോണ്ട്, മനുഷ്യബന്ധമാണ്. അരവിന്ദാക്ഷൻ്റെ കോവലൻ ബോണ്ട്, ഇലക്ട്രോവലൻ ബോണ്ട്, കോർഡിനേറ്റ് ലിങ്കേജ്, ബോണ്ടേജ്, അതൊക്കെ മറന്നാലും സാരമില്ല. ആ ഹ്യൂമൻ ബോണ്ട് ഉണ്ടല്ലോ, ഇതെന്നോട് പറഞ്ഞത്, എന്നെ പഠിപ്പിച്ചത് PT ഭാസ്കർ പണിക്കർ സാറാണ്. PTV ആയിട്ടുള്ളൊരു ബന്ധം ഇന്നും എന്നും എൻ്റെ ഓർമ്മയിലും കൂടെയുള്ളപ്പോഴും എപ്പോഴും കണ്ണടച്ചാലും കണ്ണു തുറന്നാലും ഒരു ശക്തമായിട്ടുള്ള സ്നേഹം നിറഞ്ഞ വാക്കുകളൊന്നും ഞാൻ ഓർക്കുന്നില്ല. പല കടുകട്ടി വാക്കുകളെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. ആ ഒരു ബന്ധമുണ്ടല്ലോ, കേശവൻ വള്ളിക്കുളങ്ങര, PT ഭാസ്കർ പണിക്കർ, ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ പ്രൊഫസർ ശിവശങ്കർ, അതുപോലെ തന്നെ ശിവശങ്കര മാഷ് എന്നും കാണുന്നവരാണ് അവർ. അതുപോലെ തന്നെ തൃശ്ശൂർക്ക് പോകുമ്പോൾ, തൃശ്ശൂർ ആ പരിഷത്തിൻ്റെ വളർച്ചയുടെ ആദ്യകാലങ്ങളാണ്, പരിഷത്ത് ഓഫീസിലൊക്കെ പോകും. ഈ ഓർമ്മകളിൽ നിന്നുമാണ് ഞാൻ വളരുന്നത്. ഈ ഓർമ്മകളാണ് എനിക്ക് വളവും വെള്ളവും നൽകി പരിഷത്ത് എന്ന വൃക്ഷത്തിനെ വേരോടിപ്പിച്ചുകൊണ്ട് ഇന്നും നിലനിർത്തുന്നത്. എങ്ങനെ ഒരിക്കൽ പോലും ഫീസ് പോകാതെ, ഒരിക്കൽ പോലും ബൾബ് കേടുവരാതെ, ഒരിക്കൽ പോലും ബൾബ് മാറ്റിയിടാത്ത വിധത്തിൽ പ്രകാശത്തിൻ്റെയും ഉണർവിൻ്റെയും ഉത്സാഹത്തിൻ്റെയും ഊർജ്ജസ്വലതയിലും, ഊർജ്ജം എന്ന് എനർജി എന്ന് ഞാൻ പറയുകയാണ്, ആ എനർജിയിൽ ഒരു പവർ കട്ടോ ഒരു പവർ ഫെയിലിയറോ ഉണ്ടാവുക ഇല്ലാതെ നിലനിർത്തിയത് അന്നത്തെ ആ സൗഹാർദ്ദ ബന്ധമാണ്.